തുല്ലാബി അൽ അഇസ്സ കൈഫ അൻതും ത്വയ്യിബൂൻ? അൽഹംദുലില്ലാഹ്. ഫൈദൻ നദുറസു കിസ്സ ജമീല ജസാബ. വളരെ മനോഹരമായൊരു കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? മാ ഉൻവാനുൽ കിസ്സ, എന്തായിരുന്നു നമ്മുടെ കഥയുടെ തലക്കെട്ട്? എന്തായിരുന്നു? സ്വഹീ സ്വഹീ ഔഹനുൽ ബുയൂത്ത്. മതാ ഔഹനുൽ ബുയൂത്ത്. മൻ കാത്തിബത്തു ഹാദിഹിൽ കിസ്സ? മനോഹരമായ ഈ കഥ എഴുതിയത് ആരാണ്? അയ്വ സ്വഹീഹ്, ഹനാൻ ലഹാം. ഇസ്മുൽ കാത്തിബ ഹനാൻ ലഹാം. ഫൈദൻ മാ മൗളൂഉ ഹാദിഹിൽ കിസ്സ? ഏതൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഈ കഥ മുന്നോട്ട് പോകുന്നത്? നഅം, അൽ ഹയാത്തു സൗജിയ, കുടുംബജീവിതം അല്ലേ? കുടുംബജീവിതം, വൈവാഹിക ജീവിതം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രസകരമായ കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അളുന്നു അന്നക്കും മുഷ്താഖൂൻ ലിതസ്മഉ ബാക്കി അൽ കിസ്സ. കഥയുടെ ബാക്കി ഭാഗം കേൾക്കാൻ നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. നാം വാ തൻതളിറൂൻ, നിങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തിന്? ലിതഫ്ഹമു, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? എന്ത്? അൻ ഹാലി സാലിം വ അറൂസിഹി, സാലിമിനെ കുറിച്ചും സാലിമിൻ്റെ സുന്ദരിയായ ഭാര്യയെക്കുറിച്ചും അറിയാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കല്ലേ? നഅം. മാതാ ദറസ്ന അഖീറൻ, എന്താണ് നമ്മൾ അവസാനമായി പഠിച്ചത്? തസവ്വജ സാലിം ഇംറഅ ജമീല. മാ ഇസ്മുഹ? നഅം സമീഹ. സമീഹ, ഇസ്മുഹ ജമീല വഹിയ ജമീല ജിസ്സ. അതിസുന്ദരിയായ സമീഹ എന്ന യുവതിയെയാണ് മൻ തസവ്വജ? നഅം തസവ്വജ സാലിം. സുമ്മ മാതാ ദറസ്ന? ദഹബത്ത് അൽ കാത്തിബ ഇല ബൈത്തി ഉമ്മി സാലിം. സാലിമിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ കഥാകാരിയായ ഹനാൻ ലഹാം പോവുകയാണ്. ലിമ ദഹബത്ത്, എന്തിനായിരിക്കും അവൾ പോയിട്ടുണ്ടാവുക? നഅം, എന്തിനാണ്? ലിതഅരിഫ അൻ സാലിം വ അറൂസിഹി, സാലിമിനെ കുറിച്ചും സാലിമിൻ്റെ സുന്ദരിയായ സമീഹയെക്കുറിച്ചൊക്കെ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാത്തിബ സാലിമിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. സുമ്മ മാതാ ഹദസത്, പിന്നെന്താ സംഭവിച്ചത്? നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? നഅം ത്വലബത്ത് അൽ കാത്തിബ അൻ അറൂസി സാലിം, സാലിമിൻ്റെ സുന്ദരിയായ ഭാര്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ കാത്തിബ തിരക്കി. അപ്പോഴോ മാതാ അജാബത്ത്? ഇന്ദമാ സഅലത് അൽ കാത്തിബ ഹാദ സുആൽ, നമ്മുടെ കഥാകാരി ഹനാൻ ലഹാം ഈ ചോദ്യം ചോദിച്ചതോടുകൂടി ലൊഹറ അല വജ്ഹിഹ ആസാറുൽ ഹുസ്നി വൽ കആബ, ഉമ്മു സാലിമിൻ്റെ മുഖത്ത് ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഭാവങ്ങൾ ഇങ്ങനെ നിഴലിച്ചു. ഉമ്മു സാലിം വല്ലാതെ ദുഃഖിതയായി, വല്ലാതെ പ്രയാസപ്പെടുന്നതായി കാണപ്പെട്ടു. മാ സബബ് ഹുസ്നിഹ, എന്തായിരിക്കും അവൾ ദുഃഖിക്കാനുണ്ടായ കാരണം? അതറിയാൻ നിങ്ങൾക്ക് കൊതിയുണ്ടല്ലേ? നാം ഫഇദൻ നഖറഉ ബാക്കി അൽ ഖിസ്സ വനഫ്ഹം അൻ സബബി ഹുസ്നിൽ ഖാല. കഥയുടെ ബാക്കി നമുക്ക് വായിച്ച് എന്താണ്
ഉമ്മു സാലിമിൻ്റെ വിഷമത്തിന് കാരണമെന്ന് നമുക്കൊന്ന് കണ്ടെത്താം. നാം ഷുഫില ഷാഷ വഹിയ തഖൂൽ അൽഹംദുലില്ലാഹ് ഹിയ ബിഖൈർ കമാ തസ്മഈൻ ഇന്നഹാ ലാ തുഫാരിഖുൽ മിദ്യാഅ ഇല്ലാ ഇല തിൽഫാസ് വ ഇലൽ ജവ്വാൽ തുഹിബ്ബുൽ ഗിനാ വറഖ്സ വസ്സിനിമ വതഖ്ലി നഹാറഹാ ഫിശ്ശുർഫ ബതീഅ ജാഹില ലാ തഅരിഫു ഹുഖൂഖൽ ബൈത്തി വസ്സൗജ് വലാ തഅരിഫ് അൽ ഹലാല വൽ ഹറാം. നാം വഹിയ തഖൂൽ, ഉമ്മു സാലിം തഖൂൽ, സാലിമിൻ്റെ ഉമ്മ പറയാണ് അൽഹംദുലില്ലാഹ് ഹിയ ബിഖൈർ, അൽഹംദുലില്ലാഹ് ഷീ ഈസ് ഓക്കെ, സമീഹ ഈസ് ഓക്കെ, സമീഹൻ്റെ കാര്യം വളരെ ഹൈറാണ്, ഓൾക്ക് വളരെ ഹൈറാണ്. കമാ തസ്മഈൻ, നീയൊക്കെ കേട്ടതുപോലെ, നീയൊക്കെ മനസ്സിലാക്കിയതുപോലെ സമീഹൻ്റെ കാര്യം വളരെ ഓക്കെയാണ്. കാരണം എന്താ? ഇന്നഹാ ലാ തുഫാരിഖു അൽ മിദ്യാഅ ഇല്ലാ ഇല തിൽഫാസ്. തുഫാരിഖു മാന ഫാറഖ, ടു സെപ്പറേറ്റ്. ഇന്നഹാ ലാ തുഫാരിഖ്, അവള് ഒഴിവാക്കൂല അല്ലെങ്കിൽ മാറ്റി വെക്കൂല അൽ മിദ്യാഅ. മിദ്യാഅ മാന നഅം അറാദിയു, അവള് റേഡിയോ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കായിരിക്കും. അപ്പോഴേക്ക് അവൾ എന്ത് ചെയ്യും? ലാ തുഫാരിഖുൽ മിദ്യാഅ ഇല്ലാ ഇല തിൽഫാസ്. റേഡിയോ കേട്ട് കഴിഞ്ഞ ഉടനെ, റേഡിയോയിൽ നല്ല പാട്ടുകളും മറ്റൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അവൾ എങ്ങോട്ട് പോകും? ഇല തിൽഫാസ്, ടെലിവിഷനിലേക്ക്. പിന്നെയോ സുമ്മമാത, അവിടെ നിർത്തുമോ? ഇല്ല. വബഅദ ദാലിക ഇലൽ ജവ്വാൽ, ടെലിവിഷൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇലൽ ജവ്വാൽ. ജവ്വാൽ അൻതും താരിഫൂൻ, മൊബൈൽ. സുമ്മ തുഹിബ്ബുൽ ഗിനാഅ, അവൾക്ക് ഇഷ്ടം എന്തൊക്കെയാണ്? തുഹിബ്ബുൽ ഗിനാഅ, അവൾക്ക് പാട്ട് വളരെ ഇഷ്ടമാണ്. ഗിനാ മാന സോങ്, പാട്ട്. സുമ്മ വറഖ്സ, റഖ്സേനി ഡാൻസ്. തുഹിബ്ബുൽ ഗിനാഅ വറഖ്സ വസ്സിനിമ, അവള് എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്? നാം പാട്ട് വേണം അവൾക്ക്, ഡാൻസ് വേണം, വസ്സിനിമ സിനിമയും വേണം. എങ്ങനെയുണ്ട്? കൈഫ ഹാലു അറൂസി സാലിം, എന്താണ് നമ്മുടെ സാലിമിൻ്റെ ഭാര്യയുടെ അവസ്ഥ, സമീഹയുടെ അവസ്ഥ? ഉഷാറല്ലേ? നാം നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ഉമ്മു സാലിം പറയുന്നതെന്ന്. പിന്നെയോ തഖ്ലി നഹാറഹ ഫിശ്ശുർഫ. തഖ്ലി കലാമാന ടു സ്പെൻഡ്, അവൾ ചെലവഴിക്കുന്നു. നഹാറഹ, അവളുടെ പകല്, അവളുടെ പകൽ സമയമൊക്കെ അവൾ ചെലവഴിക്കുന്നത് അയിന ഫിശ്ശുർഫ. ഷുർഫമാന ബാൽക്കണി. പകൽ സമയമൊക്കെ ബാൽക്കണിയിൽ ഇങ്ങനെ നിന്നിങ്ങനെ ചെലവഴിക്കുകയാണ്. അവിടെ നിന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. പിന്നെയോ സുമ്മ മാതാ തഖൂൽ ഉമ്മു സാലിം, പിന്നെന്താ പറയുന്നത്? ബതീഅ. ബതീഅ മാന സ്ലോലി, വളരെ സാവകാശമാണ്. എന്ത് കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ട് പതുക്കെ ചെയ്യുള്ളൂ. സുമ്മ ജാഹില, ലാ തഅലമു ഷൈഅൻ, ഒന്നും അറിയില്ല. ജാഹില മാന കമാ അൻതും തഅരിഫൂൻ, ഇൽമുൻ ളിദ് ജഹൽ, അല്ലേ? അറിവില്ലാത്തവൾ. സുമ്മ ലാ തഅരിഫു ഹുഖൂഖൽ ബൈത്തി വസ്സൗജി, കടമകൾ എന്താണ്, ബാധ്യതകൾ എന്താണെന്ന് അവൾക്കറിയില്ല. ഹുഖൂഖൽ ബൈത്തി വസ്സൗജി, ഒരു വീട്ടിലുള്ള ഡ്യൂട്ടികൾ എന്താണെന്നോ തൻ്റെ ഭർത്താവിനോട് എന്തൊക്കെ ബാധ്യതകൾ ഉണ്ടെന്നൊന്നും ആ കുട്ടിക്കറിയില്ല. സുമ്മമാത വലാ തഅരിഫുൽ ഹലാല വൽ ഹറാം, ഷി ഡസൻറ്റ് നോ, അവൾക്കറിയില്ല അൽ ഹലാല വൽ ഹറാം, ഹലാൽ ഏതാണെന്നോ
ഹറാം ആതാണെന്നൊന്നും അവൾക്ക് അറിയില്ല. ഫൈദൻ മാ റഅയക്കും അൻ സമീഹ, സമീഹയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നഅം ഫഹിയ ലാ തഅരിഫ് ഹുഖൂഖൽ ബൈത്തി വസ്സൗജ്. ഒരു ഭർത്താവിനോട് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള യാതൊരു കടമകളും അവൾക്ക് അറിയില്ല. സുമ്മ സഅലത് അൽ കാത്തിബ, പിന്നീട് നമ്മുടെ കഥാകാരി ഹനാൻ ലഹാം സഅലത് അൻ സാലിം, ആരന്വേഷിച്ചു? സാലിമിനെ അന്വേഷിച്ചു. സാലിമിൻ്റെ സൗജത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ കഥാകാരി മനസ്സിലാക്കി. അതിനുശേഷം സാലിമിനെ അന്വേഷിക്കുകയാണ്. വസഅലത് കൈഫ ഹാലു സാലിം, സമീഹ അങ്ങനെയൊക്കെ ആണെങ്കിൽ, സമീഹ ഈ പ്രകൃതാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവനായ സാലിമിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പ്രയാസത്തോടു കൂടി സഅലത് അൽ കാത്തിബ, നമ്മുടെ കഥാകാരി ചോദിച്ചു. ഫഅജാബത്ത് ഉമ്മു സാലിം, സാലിമിൻ്റെ ഉമ്മ ജവാബ് നൽകി ഹസീനത്ത്, വളരെ വിഷമത്തോടു കൂടി. സാലിമിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള ആ സുആല് കേട്ടപ്പോഴേക്ക് അവളുടെ മനസ്സിൽ, സാലിമിൻ്റെ ഉമ്മയുടെ മനസ്സിൽ ധാരാളം വിഷമമുണ്ടായി. അപ്പം മാതാ അജാബത്ത്, എന്താണ് ഉമ്മു സാലിം മറുപടി പറഞ്ഞത്? സാലിമുൻ ഫീ ഹുദൂഇഹി വസുബ്രി വഹുവ യുഹാവിലു തഗ്യീറ തിബാഇഹ. എൻ്റെ പ്രിയ മകൻ സാലിമുണ്ടല്ലോ, സാലിം ഫീ ഹുദൂഇഹി, അവൻ വളരെ ഹുദൂമാന കാം, ശാന്തനാണ്. വസ്വബിരിഹി, ക്ഷമാശീലനുമാണ്. ഇബ്നി സാലിം വഹുവ ഹാദിഉൻ വസ്വാബിറുൻ, എൻ്റെ മകൻ സാലിം വളരെ ശാന്തനും ക്ഷമാശീലനുമാണ്. നിങ്ങൾക്കറിയാലോ. വഹുവ യുഹാവിലു തഗ്യീറ തിബാഇഹ, എൻ്റെ മകൻ വഹുവ യുഹാവിൽ, അവൻ പരിശ്രമിക്കുന്നു. തഗ്യീർ, ടു ചേഞ്ച്, തിബാഇഹ, ഹർ നേച്ചർ, അവളുടെ ഈ പ്രകൃതം. തിബാമാന നേച്ചർ, പ്രകൃതം. അവളുടെ ഈ ഒരു സ്വഭാവ പ്രകൃതം മാറ്റിയെടുക്കാൻ വേണ്ടി എൻ്റെ മോൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അല തദ്കുറൂൻ മാതാ കാലത്ത് ഉമ്മു സാലിം മിൻ ഖബൽ, മാതാ കാലത്ത് ഉമ്മു സാലിം അൻ ഇബ്നിഹ. നഅം സാലിമുൻ കവിയുദ്ദീൻ, സാലിം നല്ല ദീനുള്ളവനാണ്. യസ്തതിഉ അൻ യഹ്ദിയ സൗജതഹു ഇല്ലം തകുൻ മുതദയ്യിന, അവൻ്റെ ഇണ ദീനില്ലാത്തവളാണെങ്കിലും അവളെ ഹിദായത്തിലാക്കാൻ അവന് കഴിയും എന്നൊരു വർത്തമാനം മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ? നഅം. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയോ? വഹുവ യുഹാവിലു തഗ്യീറ തിബാഇഹ. സമീഹ തുഹിബുൽ ഗിനാ വറഖ്സു വസ്സിനിമ വഹിയ ബതീഅ വജാഹില, അല്ലേ? സിനിമയ്ക്കാണ് ഇഷ്ടം, വളരെ സ്ലോവാണ്, ഒന്നും അറിയാത്തവളാണ്. അങ്ങനെയുള്ളവളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി പണിയെടുക്കുകയാണ്, പരിശ്രമിക്കുകയാണ്. സുമ്മമാത തജമ്മദത്തിൽ കലിമാതു ഫീ ഹൽഖിഹ. തജമ്മദമാണ് ടു ബി സ്റ്റക്കായിപ്പോയി, കുരുങ്ങിപ്പോയി. അൽ കലിമാത്ത്, വാക്കുകൾ. ഫി ഹൽഖിഹ, ഹൽഖിയാനി ത്രോട്ട്, തൊണ്ട. നമ്മുടെ സാലിമിൻ്റെ ഉമ്മയുടെ വാക്കുകളൊക്കെ തൊണ്ടയിലാണ് കുരുങ്ങിപ്പോയി. പിന്നെ ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, ഒന്നും സംസാരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. സുമമത വദ്ദുമൂഉ തസീലു അലാ ഖദ്ദൈഹ. ദമുഉൻ ജമു ദുമൂ, കണ്ണുനീര്, ടിയേഴ്സ്. തസീലു, ഒഴുകുന്നു. അലാ ഖദ്ദൈഹ,
ഖദ്മന ചീക്ക്, അവളുടെ കവിളിലൂടെ, ഇരു കവിളിലൂടെയും അതാ കണ്ണുനീരങ്ങനെ ഒഴുകുകയാണ്. മകനെക്കുറിച്ച് നല്ലപോലെ മദ്ഹ് പറഞ്ഞിരുന്ന, പുകഴ്ത്തി പറഞ്ഞിരുന്ന ഒരു മാതാവ് ഇപ്പം മകൻ്റെ വിവാഹത്തെ ഓർത്ത് വിലപിക്കുകയാണ്. സുമ്മ മാതാ കാലത്ത് ഉമ്മു സാലിം അഖീറൻ, പിന്നെന്താണ് ഉമ്മു സാലിം അവസാനമായി പറഞ്ഞത്? സാലിമുൻ യസ്തഹിക്കു കുല്ല ഖൈരി. സാലിം, ഇബ്നി സാലിം യസ്തഹിക്കു, അവന് അർഹതയുണ്ട്, യോഗ്യതയുണ്ട്. ഇസ്തഹക്ക മന ടു ഡിസേർവ്, അവന് അർഹതയുണ്ട്. കുല്ല ഖൈരി, എല്ലാ ഖൈറിനുമുള്ള, ജീവിതത്തിലെ എല്ലാ നന്മകളും അനുഭവിക്കാനുള്ള യോഗ്യത എൻ്റെ കുട്ടിക്കുണ്ട്. ഒരു വിലാപാണ്, ഒരു ഉമ്മയുടെ വിലാപാണ് അല്ലേ? ലൈസ ലഹു ഹള്. കാലത്ത് ഉമ്മു സാലിം, സാലിമിൻ്റെ ഉമ്മ പറഞ്ഞ എന്താണ്? ലൈസ ലീബിനി ഹള്ളുൻ, എൻ്റെ കുട്ടിക്ക് ഭാഗ്യമില്ലാണ്ടായിപ്പോയിന്ന്. അപ്പോൾ സാലിമിൻ്റെ ഉമ്മ പറഞ്ഞത് എൻ്റെ കുട്ടിക്ക് ഭാഗ്യമില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് അവൻ്റെ ഭാഗ്യക്കേടാണോ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയങ്ങളിൽ ചെയ്യാതെ പിന്നീട് വിലപിച്ചതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. ആ ഉമ്മാക്ക് വേണമെങ്കിൽ നല്ല മതബോധമുള്ള നല്ല പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ ആ ഉമ്മയുടെ അമിതമായ താല്പര്യവും ആവേശവും കാരണം സ്വന്തം മകൻ്റെ ജീവിതം പ്രയാസത്തിലായൊരവസ്ഥയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. സുമ്മമാതാ വതഹസ്സറത്, തഹസ്സറയിനി സൈഡ്, നടുവീർപ്പിട്ടു. വതഹസ്സറത്, അവളൊരു ദീർഘനിശ്വാസം ഇട്ടു. വക്കാലത്ത്, എന്നിട്ട് തക്കൂലു ഉമ്മു സാലിം അഖീറൻ, സാലിമിൻ്റെ ഉമ്മ അവസാനമായി പറയാണ്, ഒരു വിലാപമാണ്. യാ ലൈതനീ ഇഖ്തർതു സ്വാലിഹ, യാ ലൈതനീ ഇഖ്തർതു സ്വാലിഹ. ഹൽ സമയത്തും ഹാദിഹിൽ കലിമ യാ ലൈതനി? നഅം, നറാ ഫീ സൂറത്തിൻ നബ. സൂറത്തുൻ നബയിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സൂറത്താണല്ലേ. അതിൻ്റെ അവസാന ഭാഗത്ത് വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബ, യാ ലൈതനി, ഞാനായിരുന്നുവെങ്കിൽ, യാ ലൈതനി ഇഖ്തർതു, ഇഖ്തറമാന ടു സെലക്ട്, ഞാൻ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ, ഞാൻ സെലക്ട് ചെയ്തിരുന്നുവെങ്കിൽ, മൻ സ്വാലിഹത്തൻ, ഒരു സദ്വൃത്തയായ സ്വാലിഹയായ നല്ലൊരു പെണ്ണിനെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു. ആ ഉമ്മ വിലപിക്കുന്നത് നിങ്ങൾ കണ്ടോ? ആ ഉമ്മ പ്രയാസപ്പെടുന്നത്, കഷ്ടപ്പെടുന്നത് നിങ്ങൾ കണ്ടോ? നമ്മുടെ ഈ കിസ്സ ഇവിടെ പൂർണ്ണമാവുകയാണ്. തുല്ലാബി അൽ ഇസ്സ, പ്രിയ കുട്ടികളെ, ദറസ്ന കിസ്സ ജമീല, വളരെ മനോഹരമായ ഒരു കഥ നമ്മൾ പഠിച്ചു അല്ലേ? ഔഹനുൽ ബുയൂത്ത്. മാ ഇബ്റത്തു ഹാദിഹിൽ കിസ്സ, എന്താണ് ഈ കഥ നമുക്ക് നൽകുന്ന ഒരു വലിയ ഗുണപാഠം? എന്താണ് മെസ്സേജ്? എന്താണ് മാ റിസാലത്തു ഹാദിഹിൽ കിസ്സ, ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? കാലത്ത് ഉമ്മു സാലിം അഖീറൻ, സാലിമിൻ്റെ ഉമ്മ അവസാനമായി പറഞ്ഞ വാചകം തന്നെയാണ് ഈ കഥ നമുക്ക് നൽകുന്നൊരു വലിയ സന്ദേശം. യാ ലൈതനി ഇഖ്തർതു സ്വാലിഹ, ഞാൻ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എൻ്റെ മകനു വേണ്ടി, എൻ്റെ കുട്ടിക്ക് വേണ്ടി. അപ്പോൾ വിവാഹം ജീവിതത്തിൽ ഒരു വലിയ അസുലഭ നിമിഷമാണ്. അവിടെ
നമ്മുടെ അന്വേഷണങ്ങൾക്കും തിരഞ്ഞെടുപ്പുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അവിടെ ഏറ്റവും മുൻഗണന നാം നൽകേണ്ടത് കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പോലും പറഞ്ഞു അല്ലേ, ഫൽഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ളവളെ നീ തിരഞ്ഞെടുക്കുക. മറ്റൊരു സന്ദേശം, ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ നല്ലപോലെ ആലോചിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാവൂ. മറ്റൊരു റിസാല എന്താണ്? റിസാല ഉഖ്റ, അനദർ മെസ്സേജ്. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ വൃത്തിയായും കൃത്യമായും ചെയ്യണം. ഉദാഹരണമായി, ഇപ്പം നമ്മളെല്ലാവരും ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളെന്താ പറയുക? ഒന്നും കൂടെ നന്നായി പഠിച്ചിരുന്നെങ്കിൽ, ഞാൻ ആ പുസ്തകം കൂടി ഒന്ന് വായിച്ചിരുന്നെങ്കിൽ, ആ നോട്ടൊന്ന് എഴുതിയെടുത്തിരുന്നെങ്കിൽ, അല്ലേ? ഇങ്ങനെ നമ്മൾ മുമ്പ് ചെയ്യാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിങ്ങനെ വിലപിക്കും. അപ്പോൾ ആ വിലാപത്തിന് അവിടെ യാതൊരു പ്രസക്തിയും ഇല്ല. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് കൃത്യമായി വ്യക്തമായി നാം ചെയ്യണമെന്നുകൂടി ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. അഹിബായി, ദറസ്ന വഫഹിംന അൽ ഖിസ്സ, നമ്മൾ ഈ കഥ നല്ലപോലെ മനസ്സിലാക്കി. വഅ്തബർന മിൻഹ, അതിൽ നിന്ന് നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളുകയും ചെയ്തു. നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടുതലായി പഠിക്കുകയും മനസ്സിലാക്കുകയും നിങ്ങളുടെ അധ്യാപകരുമായി പങ്കുവെക്കുകയും ചെയ്യുക. തുല്ലാബി അൽ ഇസ്സ, ഫഇദൻ നദ്ഖുൽ ഇലാ അൻഷിത്ത അദ്ദിറാസിയ അൽ ബാക്കിയ, നമുക്ക് ബാക്കിയുള്ള പഠന പ്രവർത്തനങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ശുക്രൻ, മഅസ്സലാമ.